ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര കൊട്ടിയൂർക്കാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മഴ കിട്ടി. അങ്ങനെ ഞങ്ങൾ പതുക്കെ കൊട്ടിയൂരെത്തി. അവിടെ എത്തിയപ്പോഴും മഴ ചാറുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ പതുക്കെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ ബാവലിപ്പുഴയുടെ കുറുകെ ആ മണ്ണ് കൊണ്ട് കെട്ടിയ ബണ്ടിൻ്റെ മേലെ കൂടിയാണ് കേട്ടോ അപ്പുറത്തേക്ക് കിടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വഴി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പുഴയിലേക്കൊക്കെ ഇറങ്ങി. പുഴയിലിറങ്ങി അവിടെ നിന്ന് കല്ലെടുത്ത് ഞങ്ങൾ ഉരച്ച് നോക്കി. ഞങ്ങൾക്ക് കിട്ടിയത് ഭസ്മത്തിൻ്റെ കളറിലാട്ടോ. ചിലർക്ക് കിട്ടുന്നത് ചന്ദനത്തിൻ്റെ കളറിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഉരച്ചപ്പോൾ കിട്ടിയത് ഭസ്മത്തിൻ്റെ കളറിലായിരുന്നു. കുറേ ആളുകൾ ഞങ്ങൾ ചെയ്ത പോലെ അവിടെ പുഴയിൽ ഇറങ്ങുകയും കല്ലുകളൊക്കെ ഉരച്ച് നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതൊക്കെ ആളുകൾ കല്ലുകൾ പുരട്ടി ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആചാരമൊന്നുമല്ല കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, എല്ലാവരും ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അവിടെ പല ഭാഗത്തും ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ളത് കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ വീണ്ടും അമ്പലത്തിൻ്റെ അവിടേക്ക് നടന്നു തുടങ്ങി. ഇതിൻ്റെ പുഴയുടെ കുറുകെയുള്ള ഒരു താൽക്കാലിക പാലമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തി. ഈ കാണുന്നതാണ് അമ്മാറക്കൽ തറ. ആ ഓലക്കുട ചൂടിയിരിക്കുന്ന ആ കാണുന്ന തറയാണ് അമ്മാറക്കൽ തറ. അവിടെയാണ് ദക്ഷയാഗം നടന്നു എന്നറിയപ്പെടുന്നത്. ദക്ഷയാഗത്തിൻ്റെ ഹോമകുണ്ഡം അവിടെയായിരുന്നു എന്നാണ് വിശ്വാസം. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ ഉള്ളിലോട്ട് നടന്നു. ശരിക്കും ആ സമയത്ത് ശീവേലിയുടെ സമയമായിരുന്നു. അപ്പോൾ ആ ശീവേലി നന്നായി കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി. അവിടെ കാണാൻ നല്ല സൗകര്യമുള്ളൊരു സ്ഥലം നോക്കി നിന്നു കേട്ടോ. അപ്പോൾ ഈ ശീവേലി തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവിടെ പ്രദക്ഷിണം ചെയ്തിരുന്നവരെല്ലാം തന്നെ അവിടുത്തെ ദേവസ്വം അധികൃതർ മാറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് ആ പ്രദക്ഷിണ വഴിയിൽ നിന്ന് മാറ്റി. ഇപ്പോൾ ദാ ശീവേലിക്കുള്ള ആനയാണ് ആ വരുന്നത്. 2 ആനയാണ് ശീവേലിക്കുള്ളത്. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. അങ്ങനെ ആനകളെയൊക്കെ അവിടെ ആ അമ്മാറക്കൽ തറയുടെ അടുത്തായിട്ട് കൊണ്ടുവന്ന് നിർത്തി. ഇനി ആനകളുടെ പുറത്ത് ദേവിയുടെയും മഹാദേവൻ്റെയും തിടമ്പുകൾ കയറ്റും. അതിനുശേഷമാണ് ശീവേലി എഴുന്നള്ളത്ത് നടക്കുന്നത്. മുൻപിലത്തെ ആനയുടെ മേളിൽ ദേവിയുടെ തിടമ്പും പിന്നിലത്തെ ആനയുടെ മേളിൽ ഭഗവാന്റെ തിടമ്പുമായിട്ടാണ് ശീവേലി നടത്തുന്നത്. വൈശാഖ മഹോത്സവം നടക്കുന്ന സമയത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാ പൂജകളും ഇവിടെയാണ് ഉണ്ടാവുക, അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഉണ്ടാവുക. സ്വയംഭൂവായ മഹാദേവൻ്റെ ശിവലിംഗം ഇവിടെയുണ്ട്. അവിടെയാണ്
ഇവിടെ പൂജകളൊക്കെ നടത്തുന്നത്. ശീവേലി സമയത്ത് ഭക്തജനങ്ങളെയെല്ലാം ആ പ്രദക്ഷിണ വഴിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടായിരുന്നു ശീവേലി നടത്തിയിരുന്നത്. ശീവേലി സമയത്ത് മഴ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ശീവേലി കഴിഞ്ഞതോടെ വീണ്ടും ചെറുതായിട്ട് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റുമുള്ളത് നല്ല മലനിരകളും അതിൻ്റെ മുകളിൽ ആ കാർമേഘങ്ങൾ വന്ന് നിൽക്കുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും കാണാൻ നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു അവിടെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. ത്രിമൂർത്തികളും 33 ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമാണ്. സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനൊഴുകി എല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാൻ യാഗം നടത്തി. ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തൻ്റെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. ഇതറിഞ്ഞ് ഭഗവാൻ കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസറുത്തു. പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ ഭവിഷ്യത്ത് അറിയിച്ചു. ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം ഒഴിപ്പിച്ചു. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറയെന്ന് പേര്. ഭഗവത് പത്നിയും ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത സ്ഥാനത്തെ അമ്മാറക്കൽ തറയെന്നും വിളിക്കും. ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് പേര് തിരുവൻചിറ. രുതിരമൊഴുകിയ ചാലാണ് പിന്നീട് തിരുവൻചിറയായി പരിണമിച്ചത്. വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും, ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴയെത്തിയിരിക്കും. നല്ല തിരക്കുണ്ടായിരുന്നു. ശീവേലി കഴിഞ്ഞതോടെ പ്രദക്ഷിണ വഴിയിൽ വീണ്ടും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങളും ആ കൂട്ടത്തിൽ പ്രദക്ഷിണം നടത്തി സ്വയംഭൂവായ മഹാദേവൻ്റെ ശിവലിംഗം കണ്ടു തൊഴുതു. ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല മഴയായിരുന്നു. ശീവേലിയും പ്രദക്ഷിണം ചെയ്ത് സ്വയംഭൂ ഭഗവാന്റെ ശിവലിംഗവും തൊഴുത് ഞങ്ങൾ അവിടുന്ന് മനസ്സ് നിറഞ്ഞാണ് തിരിച്ചു പോകുന്നത്. ആ മഴയും കൂടി ആയപ്പോൾ എല്ലാം നല്ല പൂർണ്ണത കൈവരിച്ച പോലെയായിരുന്നു കൊട്ടിയൂർ തീർത്ഥാടനം. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ധാരാളം ഓടപ്പൂവുകൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓടപ്പൂവ് ദക്ഷൻ്റെ താടി എന്നാണ് വിശ്വാസം. പല വലിപ്പത്തിലുള്ള ഓടപ്പൂക്കളുണ്ട് കേട്ടോ, ചെറുതും വലുതുമായിട്ട്. അങ്ങനെ ഓടപ്പൂക്കൾ വിൽക്കുന്ന നിരവധി കടകൾ ആ ഭാഗത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓടപ്പൂവൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.